കുട്ടിക്കാലത്തെ നമുക്ക് ആ വേണ്ട രീതിയിൽ അവരെ അങ്ങ് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പം സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാലോ ന്യൂറോൺസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ ആ രീതിയിലാണല്ലോ വരുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് എന്താണോ അവരിലേക്ക് കൊണ്ടുപോകുന്നത്, ഏത് രീതിയിലാണോ അവരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കും അവരുടെ തിങ്കിങ് പാറ്റേൺ ഒക്കെ വരിക. ഈ UPSC സിലബസ് അതെന്തോ വലിയ കാര്യമാണ്, അതിലെന്തോ ഉണ്ട്. ശരിയാണ്, അത് വലിയ കാര്യമാണ്, അതിൽ എല്ലാം ഉണ്ട് അതിനകത്ത്. അത് പഠിച്ച ഒരാൾക്ക് പിന്നെ എന്ത് രീതിയിൽ വേണമെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് എഴുതുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്നത് ഈ 5th to 12th NCERT കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഫൗണ്ടേഷൻ. അതാണ് നമ്മുടെ ഈ കോഴ്സ്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ ബിൽഡിങ്ങിന്റെ ആയാലും, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ഇന്റീരിയർ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. Download now CC Learning app. ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ സെഷനിൽ കുട്ടികൾക്ക് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ചസ് വെക്കേഷന്റെ സമയത്തൊക്കെ പേരൻസ് എല്ലാവരും ഈ പറയുന്ന ഫൗണ്ടേഷൻ ബാച്ചസ് ഏതൊക്കെയാണ്, ഏതൊക്കെ കോഴ്സസ് ആണ് ഉള്ളത് എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിവിൽ സർവീസിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻ ബാച്ച് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നീതു മിസ്സേ, ഇപ്പം ചെറിയ ക്ലാസ് തൊട്ട് തന്നെ കുട്ടികളെ ഇപ്പം സിവിൽ സർവീസിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യിക്കുന്ന പേരൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഫൗണ്ടേഷൻ ബാച്ചസ് ഒക്കെ നോക്കുന്ന പേരൻസ് എല്ലാവരും ഉണ്ട്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ ക്ലാസ്സിലെ സിവിൽ സർവീസിനൊക്കെ വേണ്ടി ഒരു ഫൗണ്ടേഷൻ ബാച്ച് അല്ലെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കേണ്ടത്, അല്ലെ അവരത് അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ഒക്കെ ഒരു ആവശ്യകതയെ കുറിച്ച് മിസ് ഒന്ന് പറയാമോ? ഈ UPSC സിലബസിലൂടെ കടന്നുപോയ ഒരാൾക്ക് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരു ബെറ്റർ പേഴ്സൺ ആണെങ്കിൽ, ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ഒരു സിലബസ് കൈകാര്യം ചെയ്ത ഒരാൾക്ക് അത് സൂപ്പറായിട്ട് പറ്റും. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ അവനെ വളർത്തിയെടുക്കുന്ന ആ രീതിയിൽ തന്നെ ഈ ഒരു സിലബസ് അവരിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുവാണെങ്കിൽ, ഇപ്പൊ UPSC സിലബസ് എന്ന് പറയുന്ന ഒരു എക്സാമിന്റെ സിലബസ് മാത്രമായിട്ട് നമ്മൾ അതിനെ കാണരുത്. അതൊരു 360 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ ആണ്. അതിൽ നമ്മൾ പൊളിറ്റി, ഇക്കോണമി, അതുപോലെ ജോഗ്രഫി, അങ്ങനെ എല്ലാ സൈഡും, മാത്രമല്ല എത്തിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയാം എങ്ങനെയാണ് അതുമായി പൊരുത്തപ്പെടേണ്ടത്, എങ്ങനെയാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികൾ, നമുക്കറിയാലോ കുട്ടികളാണ് പ്രധാനം എന്നല്ലേ നമ്മൾ പറയാം, കുട്ടിക്കാലമാണ് പ്രധാനം. അപ്പം നമുക്കായാലും ഇപ്പോൾ കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ, അത് നല്ലതായാലും ചീത്തയായാലും, അതാണ് നമ്മളെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തെ നമുക്ക് ആ വേണ്ട രീതിയിൽ അവരെ അങ്ങ് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പം സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാലോ ന്യൂറോൺസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ ആ രീതിയിലാണല്ലോ വരുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് എന്താണോ അവരിലേക്ക് കൊണ്ടുപോകുന്നത്, ഏത് രീതിയിലാണോ അവരുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കും അവരുടെ തിങ്കിങ് പാറ്റേൺ ഒക്കെ വരിക. അപ്പോൾ നമുക്ക് സിവിൽ സർവീസ് ആ ഒരു എക്സാം സിലബസ് അവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു സിലബസ് അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തെടുത്ത് അവർ ആ രീതിയിൽ അവരുടെ തിങ്കിങ് പ്രോസസ്സ് ഡെവലപ്പ് ആയിക്കോളും. അപ്പൊ ആ രീതിയിൽ നമുക്കതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മിസ്സേ, ഇപ്പൊ സിവിൽ സർവീസിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ടെൻഷൻ അല്ലേ? കാര്യമായിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ലെവലിലുള്ള ഒരു കുട്ടിയായിരിക്കും ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പേരൻസിന് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവും, ഇത്രയും വലിയൊരു സാധനം എൻ്റെ കൊച്ചിനെ ഈ ഒരു ചെറിയ പ്രായത്തിൽ അതൊരു ബർഡൻ ആയിട്ട് അവനെ, മീൻസ് ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു ബർഡൻ ആവുമോ എൻ്റെ കുഞ്ഞിന്? അപ്പൊ എങ്ങനെയായിരിക്കും ഫൗണ്ടേഷൻ ബാച്ചിൽ ഒരു സിവിൽ സർവീസ് എന്നുള്ള സ്വപ്നത്തിലേക്ക് പോകേണ്ട ആ കുട്ടിക്ക് 5ാം ക്ലാസ് ലെവലിലാണ് അവൻ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും ആ സിലബസിനെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുന്നത് ഫൗണ്ടേഷൻ ബാച്ചിൽ? ഇപ്പൊ കാർത്തിക പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഈ UPSC സിലബസ് അതെന്തോ വലിയ കാര്യമാണ്, അതിൽ എന്തോ ഉണ്ട്. ശരിയാണ്, അത് വലിയ കാര്യമാണ്, അതിൽ എല്ലാം ഉണ്ട് അതിനകത്ത്. അത് പഠിച്ച ഒരാൾക്ക് പിന്നെ എന്ത് രീതിയിൽ വേണമെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സിവിൽ സർവീസ് ഈ പഠിക്കുന്നത് ബേർഡൻ ആവുമെന്നല്ലേ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അതായത് ഇപ്പോഴേ അത് കൊടുക്കണം, ഇപ്പൊ അവരുടെ ആ ഒരു പ്രായത്തില് ആ കാര്യം അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എന്താണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 5ാം ക്ലാസ്സിന്റെ സിലബസ് വെച്ചിട്ടാണ് കൊടുക്കുക. ഇപ്പൊ UPSCയുടെ ബേസിക് എന്ന് പറയുന്നത് 5th to 12th വരെയുള്ള NCERT സിലബസ് ആണ്. അപ്പൊ ഈ കോച്ചിങ്ങിന് പോകുന്ന ഒരാൾ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ് എഴുതുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്നത് ഈ 5th to 12th NCERT കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഫൗണ്ടേഷൻ. അതാണ് നമ്മുടെ ഈ കോഴ്സും ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ ബിൽഡിങ്ങിന്റെ ആയാലും, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ഇന്റീരിയർ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെയാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 5th കുട്ടിക്ക് 5th NCERT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. 6th ആണെങ്കിൽ ആ ലെവല്, അങ്ങനെ മുകളിലോട്ട് പോകുന്ന ക്ലാസ്സിനനുസരിച്ച് ആ ഒരു ലെവലിൽ അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കും.
ഇപ്പൊ നമ്മളൊക്കെ എന്താ ചെയ്യുക, ഫിഫ്തിൽ നമുക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും അല്ലെ എക്സാമിന്. പക്ഷെ ഇപ്പൊ നമുക്ക് അതിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റണം എന്നില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾ എങ്ങനെയായിരിക്കും, ആ രീതിയിൽ അതിനെ കണ്ട ഒരാളായിരിക്കും. അപ്പൊ ഏതൊരു ഫിഫ്തിലുള്ള കുട്ടി എന്താ ചെയ്യുന്ന, എക്സാമിന് വേണ്ടി മാത്രം പഠിക്കും, അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യും. 10th എത്തുമ്പോൾ പോലും അതൊന്നും ഓർമ്മ ഉണ്ടാകണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു പെർമനന്റ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി. അതായത് ഫിഫ്തിലേത് പിന്നെ പോയിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. 12th 10th അത് പിന്നെ പോയിട്ട് അവിടുന്ന് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. അത് ഇപ്പോഴേ നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നു. അത് ഈ സ്കൂളിൽ പഠിക്കുന്നത് പോലെ ജസ്റ്റ് അപ്പൊ സ്കൂളിൽ പഠിക്കുന്നില്ലേ അതങ്ങ് സ്ട്രോങ് ആയിട്ട് പഠിച്ചാൽ പോരെ എന്നൊരു ഡൗട്ടും കൂടെ വരാം. അപ്പൊ എന്താ, സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് ഈ പക്ക സിലബസ് എക്സാം ആ രീതിയിലല്ല, എന്താണ് UPSCക്ക് വേണ്ടത് ആ രീതിയിലാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. UPSC എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സിമ്പിൾ കോമൺ മാൻ ഒരു കാര്യം നമ്മളോട് ഇപ്പൊ ചോദിക്കുന്നത്. ഇപ്പൊ വാറൊക്കെ നടക്കുന്നില്ലേ, അപ്പൊ ഈ ഗ്യാസിന്റെ ഒക്കെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയിലോട്ട് ലോഡാവുകയാണ് ചെയ്യുന്നത് ഈ കോമൺ മാൻ. അപ്പൊ ഇവർക്ക് എന്താ ഇതിന്റെ കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. അപ്പൊ ജനറലി ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടാവുന്നു. അപ്പൊ ആൾക്കാർ അവരുടെ ഊഹാപോഹങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പൊ ഇത് പഠിച്ചൊരു കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇക്കോണമിയിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതിന്റെ ജിയോഗ്രഫി എന്താണ്, ജിയോ പൊളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ UPSC ഡിമാൻഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈഫൈ നമ്മൾ വലിയൊരു സംഭവമായിട്ട് അതിനെ കാണുക എന്നുള്ളതല്ല. ഇപ്പൊ ഒരു കുട്ടി ഒരു കാര്യം നമ്മളോട് ചോദിച്ചാൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ ആ കുഞ്ഞിനെ മാറ്റുന്നു. ഇപ്പൊ ഫിഫ്തിലുള്ള കുഞ്ഞ് ആ ലെവലിൽ അഡ്വാൻസ്ഡ് ആയാൽ അവൻ ആ ഒരു എന്താ ശരിക്കും ഒരു സ്റ്റാർ ആയി, അത് അറിയുന്ന ഒരു കുട്ടി. അപ്പൊ ഈ വെക്കേഷൻ ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ അവർ കൂടുതൽ അറിയാം. അപ്പൊ മിസ്സേ കുറച്ചു നേരം മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERT ആണ് മെയിൻ ആയിട്ട് ഈ ഫൗണ്ടേഷനിൽ വരുന്നതെന്നുള്ളത്. അപ്പൊ ഇതൊരു എത്ര ഡ്യൂറേഷനിൽ ആയിരിക്കും ഇത് മൊത്തം കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നേ? അല്ലെങ്കിൽ ഇപ്പം 2 മാസമേ ഉള്ളൂ അവധി, 2 മാസമൊക്കെ ഞാൻ അവനെ ഇന്ന കോഴ്സിന് വിടാൻ ഉദ്ദേശിക്കുന്നു, അപ്പം എത്ര നാളുകൊണ്ട് ഇവരെ ഇത് പഠിപ്പിച്ച് തീർക്കാൻ പറ്റും എന്നൊരു സംശയമൊക്കെ പാരന്റ്സിന് കാണുക. അപ്പം അതിന് എങ്ങനെയാണ് ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ? അതായത് നമ്മൾ ഈ കോഴ്സ് ഫോം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഫിഫ്തിലെ കുട്ടിക്കാണെങ്കിൽ ഫിഫ്തിന്റെ ലെവലിലുള്ളതായിരിക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതൊരു ഓവറോൾ ഐഡിയ കിട്ടും. ഈ ഒരു വെക്കേഷൻ ബാച്ച് കൊണ്ട്, ഈ വെക്കേഷനിലെ 2 months കൊണ്ട് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് തുടർന്നും ഉണ്ടാവും, ഈ ഇയർലി ക്ലാസ് ആയിട്ട് പോകും. പക്ഷെ വെക്കേഷൻ ബാച്ചിൽ ഒരു ഓവറോൾ വ്യൂ കിട്ടും. എന്താണ് UPSC സിലബസ്, കുട്ടികളായിരിക്കേണ്ട കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. വെറും പുസ്തകത്തിൽ പഠിച്ചിട്ട് എക്സാം എഴുതുന്ന ഒരു പ്രോസസ്സ് അല്ല ഇത്. അതിലധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുന്നുള്ള. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. എന്താ അത്, എക്സാം നമുക്ക് അവിടെ പോയിരുന്ന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇവിടെ പഠിക്കുന്ന ഒരു ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, UPSCയുടെ ആ ഒരു പറഞ്ഞില്ലേ 360 ഡിഗ്രി ലെവലിൽ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു അത് പഠിക്കുന്ന കുട്ടിക്ക് അത് മനസ്സിലാവും. എങ്ങനെയാണ് നമ്മുടെ എക്സാമിന്, സ്കൂളിലെ എക്സാമിന് എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പ്രോഗ്രാം വന്നു, അതിൽ ഒരു സ്പീച്ച് വന്നു, ഒരു ഡിബേറ്റ് വന്നു, അതിലെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നൊക്കെ ആ കുട്ടിക്ക് അവൻ അറിയാതെ അല്ലെങ്കിൽ അവൾ അറിയാതെ അവരിലേക്ക് വരുവാണ് ചെയ്യുന്നത്. നമ്മളത് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞു കൊടുക്കൂല. അല്ലാതെ തന്നെ നമ്മുടെ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ്. അപ്പോൾ ഓവറോൾ ഒരു വ്യൂ കൊടുക്കും എല്ലാ സബ്ജക്റ്റും, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഇക്കോണമി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്, ഇങ്ങനെ എല്ലാത്തിൻ്റെ ഒരു ഓവർ വ്യൂ നമ്മൾ കൊടുക്കും. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഗെയിംസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, പിന്നെ ക്യൂസ് പ്രോഗ്രാംസ് ഉണ്ടാവും, റിവിഷൻസ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കുട്ടികളുടെ ലെവലില് അറിയേണ്ടതായ രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് ഈ പറയുന്ന ഫൗണ്ടേഷൻ ബാച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം കുട്ടികളുടെ ലെവലിൽ കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചെടുക്കുക, അത് ഏത് രീതിയിലാണ്? ഇപ്പൊ കുട്ടികൾ അത്രയും ന്യൂസ് പേപ്പർ റീഡിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സിവിൽ സർവീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് കുട്ടികളെ ഈ ഫൗണ്ടേഷൻ ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത്. കാരണം ഈ UPSC എക്സാമിന് വരുന്നത് മെയിൻ ആയിട്ട് ബേസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിനെ തന്നെയാണ്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് എങ്ങോട്ട് കണക്ട് ചെയ്യും? നമ്മുടെ സബ്ജക്റ്റിലോട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ വാർ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ വാർ എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു, ആരൊക്കെ അതിൽ പങ്കാളികളായി, അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല ക്വസ്റ്റ്യൻ. അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ഇക്കോണമി, അതിന്റെ പൊളിറ്റി, അതിന്റെ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളായിരിക്കും എന്തിലുണ്ടാവുക, എക്സാമിൽ ഉണ്ടാവുക. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് ഇപ്പം ഈ കാൻഡിഡേറ്റിന് ഇതൊരു ബേർഡനാണ്. ഏത് ആർട്ടിക്കിൾ നോക്കണം, അല്ലെങ്കിൽ ഏത്
ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യണം, ഇനി ന്യൂസ് പേപ്പർ തന്നെ വായിക്കേണ്ടതുണ്ടോ, അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ആണ് ഒരു കാൻഡിഡേറ്റിന് ആ ടൈമിൽ പ്രിപ്പയർ ചെയ്യാനിരിക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഒതൻറ്റിക് ആയിട്ടുള്ളതെന്ന് സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ദ ഹിന്ദു തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും നമ്മുടെ ഓരോ സെഷനിലും എന്തുണ്ട്, കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ന്യൂസ് പേപ്പർ റീഡിങ് എങ്ങനെ റീഡ് ചെയ്യണം, അതിൽ നമ്മുടെ സ്കിൽസ് മെയിനായിട്ട് നമ്മുടെ സ്കിൽസ് ഒക്കെ അവിടെ പറയുന്നത് റീഡിങ് സ്കിൽസ്, റൈറ്റിംഗ് സ്കില്ല്, അതുപോലെ മൾട്ടി ഡയമെൻഷണൽ സ്കിൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ റീഡ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ, ന്യൂസ് പേപ്പർ ഇപ്പോൾ വെറുതെ കാര്യം അറിയാൻ വായിക്കുന്നതല്ല, അതിൽ നിന്ന് നമുക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ള ആ റീഡിങ് സ്കിൽ ലെവലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ കിട്ടിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അറിയണം. അതാണ് മെയിൻസ്. പ്രിലിംസിൽ നമുക്ക് എന്ത് മതി, ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പക്ഷെ മെയിൻസിൽ അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയണം. അപ്പോൾ വെറുതെ കാര്യങ്ങൾ വാരി വലിച്ച് നമ്മൾ സ്കൂളിൽ എഴുതുന്ന പോലെ എഴുതിയാൽ അവിടെ കിട്ടത്തില്ല. അവിടെ കറക്റ്റ് സ്പേസ് ഉണ്ട്. ഇത്ര സ്പേസിനുള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. കുറേ നീട്ടി വലിച്ച് എഴുതാനുള്ള ടൈമില്ല. ആ വിത്തിൻ ദ സ്പേസ്, ആ ലിമിറ്റിനുള്ളിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എത്ര മനോഹരമായിട്ട് സിമ്പിൾ വേർഡ്സിൽ ഗ്രാഫി ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്സ്, ടേബിൾസ്, അങ്ങനെ എന്തൊക്കെയാണോ നമ്മളെ കൊണ്ട് പറ്റുക അതൊക്കെ അവിടെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കണം. അതിന് റൈറ്റിംഗ് സ്കില്ല് വേണ്ടേ. പിന്നെ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ ദ ടൈം ലിമിറ്റ് നല്ല സ്പീഡിൽ. ഇപ്പോൾ UPSC എഴുതുമ്പോൾ നമ്മുടെ കൈയൊക്കെ വേദന എടുക്കും. ഇത്രയും പേപ്പേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൈ വേദന എടുത്തിട്ട് അതൊക്കെ ഒരു സ്ട്രെയിനാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണം. അപ്പോൾ ആ പേപ്പർ കാണുന്ന ഒരാൾക്ക് ഇവനെല്ലാം അറിയാം, ഇതിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ആ പ്രസൻറ്റേഷൻ വേണം. അപ്പോൾ പ്രസൻറ്റേഷൻ സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, ഇതൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഈ റീൽസ് കണ്ടുവരുന്ന കുട്ടികളാണ് അല്ലേ വളർന്നു വരുന്നത്. ജനിക്കുമ്പോൾ തന്നെ കയ്യിൽ ഫോണും കൊണ്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എന്തില്ല, ഫോക്കസ് ഇല്ല. അപ്പോൾ ഈ മിനിറ്റിൽ ഇപ്പോൾ 1 മിനിറ്റിന്റെ ഷോർട്സ് ഒക്കെ 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ സ്ക്രോൾ ചെയ്ത് വിടുന്ന ആൾക്കാരാണ് നമ്മളടക്കം. അപ്പോൾ പിന്നെ കുട്ടികൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ഇപ്പം വരുന്ന ഈ ഇരുന്ന് വായിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് ഷോർട്ടായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഇപ്പോഴേ ട്രെയിൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പല പ്രശ്നങ്ങളില്ലേ, ഇപ്പോൾ പേരൻസിന് തന്നെ പല ടെൻഷൻസ് അല്ലേ. ഇപ്പം നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ അയച്ചാൽ നമുക്കറിയില്ലല്ലോ വീട്ടിലെത്തുന്നവരെ അങ്ങനെ അവരെന്താണ്. ഇപ്പം ഒരുപാട് അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നോളജ് തന്നെ അവരിലേക്ക് അഡിക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ശരിക്കും UPSC പ്രിപ്പയർ ചെയ്യാൻ പോയ ഒരാൾക്ക് അറിയാം, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കറിയാം എന്താ അത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു എനർജി തരും. ഒരു ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എന്റർടൈൻമെന്റ് തന്നെയാണ് ശരിക്കും ആ നോളജ് എന്ന് പറയുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് അറിയാത്ത ഒരാള് ഇത് ഇപ്പൊ നമുക്ക് ഉറങ്ങാനുള്ള റൈറ്റ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയുമ്പോൾ ഇത് ഇന്നിട്ടാണല്ലേ അമ്മ എന്നെ വിളിച്ചുണർത്തിയെന്നുള്ള സാധനം ഇല്ലേ, അതൊക്കെ വരും. പക്ഷെ അതൊരിക്കലും നെഗറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. അത് കൃത്യമായി പഠിച്ച ഒരാൾക്ക് അതെങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഇപ്പൊ പുറത്തുനിന്ന് പറയും എന്തും നമ്മൾ യൂസ് ചെയ്യും, ആ രീതിയിൽ യൂസ് ചെയ്യുന്നൊക്കെ ഉള്ളത് പറയുമെങ്കിലും നമുക്ക് അത് കൃത്യമായി അതിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് അതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും UPSCയുടെ പ്രോസസ് പ്രിലിംസ്, മെയിൻസ്, അത് കഴിഞ്ഞാൽ പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വരുമ്പോഴും നമ്മുടെ നോളജ് ഒക്കെ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലും കൂടെ നമ്മൾ ട്രെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ചോദിക്കും, ഇപ്പോൾ കാർത്തിക് എന്നോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റിയാലല്ലേ കാർത്തിക സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ മുമ്പിലിരിക്കുന്ന ആ ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യാൻ കഴിയണം. എന്ന് വെച്ച് വെറുതെ ഒരു ഇംപ്രഷൻ അല്ല, അതിനകത്ത് കണ്ടന്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിലുള്ള കാര്യം, നമ്മുടെ നോളജ് അവരുടെ മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അവർക്കത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ UPSC ബോർഡിൽ ഇരിക്കുന്നവരെല്ലാം ഹൈ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അവർക്ക് ആ ഹൈ പ്രൊഫൈൽ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ആ രീതിയിലല്ല, ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോമൺ മാനിനെ അല്ലെങ്കിൽ ഒരു ടോപ്പിക് അറിയാത്തൊരു കുട്ടിക്ക് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ വ്യൂ പോയിന്റ്സ് എങ്ങനെ അവരിലേക്ക് എത്തിക്കും എന്നതൊക്കെയാണ് പ്രധാനം. അപ്പം നമ്മൾ പ്രിലിംസ് ഇപ്പം
എന്താ പ്രിലിംസിന് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്സ്, അപ്പോൾ ഓപ്ഷൻസ് കാണും. അതിൽ എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയണമെന്നില്ലല്ലോ. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസും പല മേഖലയിൽ നിന്നുള്ള അറിയണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് എലിമിനേഷൻ പ്രോസസ്സ് വഴി എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ബ്രെയിനാണ്. ആ ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ നോളജ് നമുക്ക് മഗപ്പ് ചെയ്യാൻ പറ്റും എവിടെ എത്തിയാലും. പക്ഷെ ആ പ്രോസസ്സിലൂടെ കടന്നുപോയി നമ്മൾ ആ രീതിയിൽ നമ്മൾ തോട്ട് പ്രോസസ്സ് അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ അത് ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 20 വയസ്സിൽ പോയിട്ട് നമ്മൾ അതങ്ങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ബേർഡൻ ആയിട്ട് തോന്നും. ഇതെല്ലാം കൂടെ വരൂലേ, പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യണം, അപ്പോൾ ആ ഒരു എലിമിനേഷൻ പ്രോസസ്സ്, ഫാക്റ്റ് പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ പ്രസൻറ്റേഷൻ സ്കില്ല് പഠിക്കണം, റൈറ്റിംഗ് എങ്ങനെയാണ്, എന്തൊക്കെ മെത്തേഡ്സ് അതിനകത്തോട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതൊക്കെ പഠിക്കണം. പിന്നെ 3rd സ്റ്റേജിലേക്ക് വരും പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ഒരു ബോർഡിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, ചിലപ്പോൾ കോൺഫിഡൻസിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ടെൻഷൻസ് വരാം അല്ലേ. അത്രയും നേരം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൂളായിട്ട് പോയി ആ സമയത്ത് നമുക്ക് ടെൻഷൻസ് വരാം. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെ പല പല സിറ്റുവേഷൻസ് ആ സമയത്ത് വരാം. അപ്പോഴാണ് എന്ത് പറ്റുന്നത്, അറ്റംപ്റ്റ് കൂടുമ്പോൾ നമ്മുടെ ടൈം ലേറ്റ് ആവും, നമ്മൾ കരിയർ അങ്ങനെ സ്ലോ ആയി പോകും. അപ്പോൾ നേരത്തെ ഇവിടെ എത്തിയ ഒരാൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താ, അവർക്ക് കൂടുതൽ പ്രൊമോഷൻസ് അല്ലെ, എത്രയും പെട്ടെന്ന്, എത്രയും ചെറിയ ഏജിലാണോ നമ്മൾ തുടങ്ങുന്നത്, അപ്പൊ അത്രയും പ്രൊമോഷൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഇപ്പൊ IAS കിട്ടി, IPS കിട്ടി, IFS കിട്ടിന്ന് ഏതെങ്കിലുമൊക്കെ ഏജിൽ പറയുന്നതിലും എത്രയും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, നമുക്ക് അത്രയും അച്ചീവ്മെന്റ് ആണ്. എനിക്ക് തോന്നുന്നു പറഞ്ഞു വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അതായത് പഠിച്ചു തുടങ്ങുന്നതും എത്ര ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു തുടങ്ങുന്നോ അത്രയും ഈസി ആയിരിക്കും. അതല്ലാതെ ഈ അവസാനം ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞൊക്കെ പഠിച്ചു തുടങ്ങാമെന്ന് പറയുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഡിഫിക്കൽട്ട് ആവും എന്നുള്ളതാണ് മിസ് പറഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഒരു കാര്യമാണ് മിസ്സിനോട് ചോദിക്കട്ടെ, അതായത് ഇപ്പം കണ്ടന്റ് മാത്രമല്ല ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്കില്ലുകളും കൂടെ അവിടെ പഠിപ്പിച്ചു പോകുന്നു എന്നുള്ളത് മിസ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് നമ്മുടെ CC+ന്റെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ചിന്റെ ഒരു പ്രത്യേകത? കണ്ടന്റ്, സ്കില്ല് എന്നുള്ളത് ശരിക്കും സിലബസ് മൊത്തം പഠിച്ചു തീർക്കുക എന്നുള്ളതിലല്ല, അത് കാര്യമില്ല എന്നല്ല, അത് പ്ലസ് ഈ പറയുന്ന സ്കില്ലുകളും കൂടെ അതിൻ്റെ അകത്തേക്ക് വരണം. അപ്പൊ നമ്മുടെ CC+ന്റെ ഈ പറയുന്ന ഫൗണ്ടേഷൻ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മിസ് പറയാം. അതായത് നമ്മുടെ CC+ന്റെ ഫൗണ്ടേഷൻ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 തലത്തിലുള്ള ആൾക്കാർ ചേർന്നാണ് ഈ ഒരു സിലബസ് ഫോം ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ UPSCയിൽ അത്രയും തറവായിട്ടുള്ള ആ ഒരു വലിയ ടീം, അവരുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് അറിയാലോ, UPSCയിൽ കളിച്ച് വളർന്ന് പന്തലിച്ച ആൾക്കാർ. അപ്പോൾ ആ സിലബസ് അത്രയും ക്ലിയർ ആയിരിക്കും അവർ ആ സിലബസ് ഫൗണ്ടേഷൻ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഫോം ചെയ്യും. പിന്നെ അവരുടെ കൂടെ ആരും ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ, ടീച്ചേഴ്സ്. ആര്, ഈ നമ്മുടെ കുട്ടികളെ 5th to 12th വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പം അവർക്ക് ഏത് രീതിയിലാണ് വർക്കാവാന്ന് ഈ ടീച്ചേഴ്സിനെ അറിയാം അല്ലേ, ഏത് പോയിന്റാണ് അവർക്ക് എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ടീച്ചേഴ്സിന് അറിയാം. അപ്പം ഈ ടീച്ചേഴ്സും ആ ഫാക്കൽറ്റീസും രണ്ടുപേരും ഒരുമിച്ചിരുന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവരാണ് ഈ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൂപ്പർ സിലബസ് തന്നെയാണിത്. അതൊരു ശരിക്കും ഒരു നമ്മുടെ CC+ന്റെ ഒരു അച്ചീവ്മെന്റ് ആണ് ഈ ഫൗണ്ടേഷൻ കോഴ്സിന്റെ സിലബസ് എന്ന് പറഞ്ഞത്. കാരണം ആ ഒരു തോട്ട്, 2 ഗ്രൂപ്പ് ഒരുമിച്ചിരിക്കുക, എന്നിട്ട് ഈ സിലബസ് ഫോം ചെയ്യുക, എന്നിട്ട് കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു സൂപ്പർ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ പിന്നെ പാരൻസിനോട് നമ്മുടെ ഈ കോഴ്സായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെക്കേഷൻ അവർക്ക് എന്ത് വലിയ ഗിഫ്റ്റാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും എന്താണ്, CC+ന്റെ ഫൗണ്ടേഷൻ ബാച്ച്, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അവർക്ക് കിട്ടും, ഡെവലപ്പ് ചെയ്യും. പിന്നെ അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ പോയിരുന്ന് ആ ഒരു ഡിഫിക്കൽട്ടി അവർക്ക് ഫേസ് ചെയ്യേണ്ട വരില്ല. ആ പ്രോസസ്സ് ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മിസ് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഒരു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ബാച്ചാണ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേരന്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ നല്ല രീതിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പ്ലസ് ഫാക്കൽറ്റീസ് എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്ത ഒരു സിലബസും കാര്യങ്ങളും എല്ലാമായി പക്കാ സ്ട്രക്ചറായി പോകുന്ന ഒരു കോഴ്സ് തന്നെയാണ് CC+ന്റെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഇപ്പം മിസ് പറഞ്ഞ പോലെ തന്നെ ഈ വെക്കേഷന് എന്താണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ സമയം ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പേരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ മിസ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ ഫുൾ കേട്ടതാണ്. കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ബാച്ച്
ബാച്ചസും കാര്യങ്ങളും റൺ ചെയ്ത് പോകുന്നതെന്നുള്ളത്. അപ്പം വേറെ ഒന്നും സംശയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടികളെ വലിയൊരു സ്വപ്നത്തിലേക്ക് 360 ഡിഗ്രി അവർക്ക് എന്താ പറയുന്നത്, ആ ഒരു വാക്ക് ഞാൻ ഓർത്തിരിക്കുന്നത്, 360 ഡിഗ്രി അവരെ ഫുൾ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രായത്തിനനുസരിച്ച് പഠിപ്പിച്ച് അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ജോയിൻ ചെയ്യാനായിട്ട് ഫൗണ്ടേഷൻ ബാച്ചസ് നിങ്ങൾക്ക് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബെറ്റർ ഓപ്ഷൻ CC+ തന്നെയാണ്.